ഈ കമന്റ് ഇട്ട താങ്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ റിപ്ലൈ ഞാൻ പറയുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ സ്ത്രീകൾ ഉണ്ടാവില്ല, പെങ്ങന്മാരോ അല്ലെങ്കിൽ നിങ്ങളൊരു വിവാഹം കഴിച്ച ഒരു വ്യക്തി ആയിരിക്കില്ല, ഒരു പ്രായമുള്ള ഒരു അമ്മ ഉണ്ടാവാൻ കൂടി പോയി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടാവാം. ഈ ഗേൾ ഫ്രണ്ട്സ് ഒക്കെ പറയുന്ന ഒരു രീതിയിലാണ് നിങ്ങൾ ഈ പറഞ്ഞ കമന്റ് ഇട്ട കാര്യങ്ങളെല്ലാം. അപ്പോൾ അതിലൂടെ മാത്രമാണ് നിങ്ങൾക്ക് സ്ത്രീകളെ അറിയത്തുള്ളൂ, അല്ലെങ്കിൽ അത്രമാത്രം അറിവേ നിങ്ങൾക്ക് ഉള്ളൂ. സ്വന്തമായിട്ടൊരു ഭാര്യയോ അല്ലെങ്കിൽ വീട്ടിൽ അങ്ങനെ പെങ്ങന്മാരോ അങ്ങനെയൊന്നും നിങ്ങൾ ചെറുപ്പം തൊട്ടേ കണ്ടു വളർന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഇത്ര സില്ലി ആയിട്ട് ഇത്ര ചെറിയ രീതിയിൽ സ്ത്രീകളെ താരതമ്യം ചെയ്യുന്നത്. ഈ പോസ്റ്റ്മോർട്ടം സ്റ്റേജ് എന്ന് പറയുന്ന ഒരു സ്റ്റേജേ ഇല്ല എന്ന് പറയുന്ന സ്ത്രീകൾ വരെ ഉണ്ടാവും. പക്ഷെ ഒരു പ്രസവത്തോടു കൂടി അവരുടെ ആ ധാരണയും ആ വിശ്വാസമൊക്കെ മാറി കിട്ടിക്കോളും. അതൊരു വല്ലാത്തൊരു അവസ്ഥയാണ്. ആ അവസ്ഥയോടെ കടന്നു പോയൊരു വ്യക്തിയാണ് ഞാൻ. ഇത് നമുക്ക് ചുറ്റുമുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും വയ്യ. നമുക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് തന്നെ ഒന്നും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥ. സ്ത്രീകൾക്ക് ഹോർമോണൽ ഇംബാലൻസ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട്. അതിപ്പോൾ പീരിയഡ് സമയത്തായിക്കോട്ടെ, ആഫ്റ്റർ ഡെലിവറി ആയിക്കോട്ടെ. ആഫ്റ്റർ ഡെലിവറി ഇതിൻ്റെയൊക്കെ പീക്ക് ലെവലാണെന്ന് മാത്രം. ഇപ്പം ചില ആൾക്കാർ ഈ തലവേദന വരുമ്പോൾ പോലും അയ്യോ എനിക്ക് ഡിപ്രഷനാണ് എന്ന് പറയുന്നൊരു അവസ്ഥയല്ല. അത് അനുഭവിച്ചാലേ അറിയത്തുള്ളൂ. പല സ്ത്രീകൾക്കും പല രീതിയിലാണ് അവരുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ആരെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ ആഫ്റ്റർ ഡെലിവറി ഭയങ്കര ഈസിയാണ്. അവർക്ക് വലിയ കോംപ്ലിക്കേഷനോ അല്ലെങ്കിൽ സിവിയർ ആയിട്ടുള്ള രീതിയിലോട്ടോ ഈ ഡിപ്രഷൻ ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരെങ്കിലുമൊക്കെ കുഞ്ഞിനെ നോക്കാനോ അല്ലെങ്കിൽ ഇവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു തരാനോ അല്ലെങ്കിൽ സമാധാനമായിട്ട് അറ്റ്ലീസ്റ്റ് ഈ സ്ത്രീകളെ ഒന്ന് ഉറങ്ങാൻ വേണ്ടി വിടുകയോ അങ്ങനെ ഒരു സിറ്റുവേഷനാണ് ആ വീട്ടിൽ ഉള്ളതെങ്കിൽ വലുതായിട്ട് ഈ ഡിപ്രഷനോ അല്ലെങ്കിൽ ഈ പറയുന്ന പോസ്റ്റ്മോർട്ടം ഒന്നും ബാധിക്കില്ല. ഒന്ന് ഉറങ്ങാൻ വയ്യ, ഒരു സെൽഫി എടുക്കാൻ പോലും നമുക്ക് ഇഷ്ടമില്ല, ഒന്ന് കണ്ണാടി നോക്കാൻ ഇഷ്ടമില്ല, കുളിക്കാൻ മടി, എല്ലാത്തിനും ഒരു മടി. സെൽഫായിട്ട് കുക്ക് ചെയ്യുന്നവരാണെങ്കിൽ പോലും ഭയങ്കര പ്രിയപ്പെട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് കുക്ക് ചെയ്യാൻ. അതിന് പോലും ഞാൻ മടിച്ചത് എൻ്റെ കുഞ്ഞിനിട്ടിട്ട് ഒന്ന് പോയി അങ്ങോട്ട് നിൽക്കാൻ പോലും വയ്യ. കാരണം അപ്പം തന്നെ കുഞ്ഞ് കിടന്ന് കരയും. വാഷ്റൂമിൽ പോകാൻ വയ്യ, കുളിക്കാൻ പോകാൻ പറ്റത്തില്ല, പോവുകയും ചെയ്യണം. അപ്പം നമുക്ക് കുഞ്ഞിൻ്റെ അടുത്ത് സ്വാഭാവികമായിട്ടൊരു ദേഷ്യവും വെറുപ്പും ഒക്കെ വരും. അത് അപ്പം നമ്മൾ കുറച്ച് നേരം നമ്മൾ വിചാരിക്കും നമ്മളൊരു നല്ല അമ്മയല്ലേ, അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ തോന്നുന്നത്, നമ്മൾ നല്ലൊരു അമ്മയല്ല, ഞാനൊരു നല്ല അമ്മയല്ല, അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെയോ പോരായ്മകളുള്ള അമ്മയാണ് എന്നൊക്കെ തോന്നലുകൾ നമുക്ക് വീണ്ടും വീണ്ടും തോന്നലുകളായിട്ട് വരും. പുതിയൊരു അമ്മയാണ്, നമുക്കിതൊന്നും വലിയ പരിചയങ്ങളൊന്നുമില്ല. നമ്മൾ ഓടി തുള്ളി നിങ്ങളെ പോലെ തന്നെ നടന്ന ആൾക്കാരാ. ജോലിക്കൊക്കെ പോയി ആഹാരമൊക്കെ വെച്ച് ഇഷ്ടം പോലെ കഴിച്ച് ഇഷ്ടം പോലെ നമ്മുടെ ഇഷ്ടം പോലെ നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഒരു കുഞ്ഞായി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ആ കുഞ്ഞിൻ്റെ കൂടി ഇഷ്ടത്തിന് നമ്മുടെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ആ കുഞ്ഞിൻ്റെ ഇഷ്ടത്തിന് നമുക്ക് ഉറങ്ങാൻ പറ്റത്തുള്ളൂ. ആ കുഞ്ഞിൻ്റെ ഇഷ്ടം കൂടി നോക്കിയിട്ട് നമുക്ക് ആഹാരം പോലും കഴിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയൊക്കെ വരുമ്പോൾ കുഞ്ഞാവും നമ്മുടെ പ്രയോറിറ്റി. നമ്മൾ പോലും അല്ലാത്തൊരവസ്ഥയോ, നമുക്ക് അത്രയും ഒരു പന്ന കോലായി മാറും സ്ത്രീകൾ. അപ്പോൾ ഇതൊക്കെ ഒരു പുതിയൊരു അമ്മ, ആരും പറഞ്ഞു തരാനില്ല എങ്ങനെയാണ് കുഞ്ഞിനെ വളർത്തേണ്ടത്, കുഞ്ഞിൻ്റെ രീതികൾ എന്താണ് എന്നൊന്നും പറഞ്ഞു തരാത്ത ഒരു അമ്മ ഡിപ്രഷനല്ല, അവൾക്ക് വട്ട് പിടിക്കും. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ചുറ്റുമുള്ള ആണുങ്ങൾക്കൊന്നും ഇതൊന്നും മനസ്സിലാകത്തില്ല. അവർ കണ്ടാൽ മനസ്സിലാകത്തില്ല നമ്മൾ ഉറങ്ങാണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ ആഹാരം കഴിക്കാണ്ടിരിക്കുന്നതോ ഒന്നും. പല സ്ത്രീകളുടെ ക്ഷമയാണ് ഇപ്പോൾ ഈ വളർന്ന് വലുതായി ഇതുപോലെ കമൻ്റ് അടിക്കാൻ പാകത്തിനുള്ള ആണുങ്ങൾ ഉണ്ടായി വന്നതെന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ എന്നെ ഇതിനൊക്കെ തല്ലിക്കൊന്ന് കളഞ്ഞാൽ നിങ്ങൾ പറയുന്നില്ലേ അങ്ങനെ സ്ത്രീകൾക്ക് മാത്രമുള്ള പ്രശ്നമൊന്നും അല്ല. സ്ത്രീകൾക്ക് മാത്രമല്ല, പുരുഷന്മാർക്കും ഉണ്ടാവും പ്രശ്നങ്ങൾ. പക്ഷേ ഈ പ്രശ്നങ്ങളുടെ എല്ലാ ഇടയിലും ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നവരാണ് ഈ പറയുന്ന സ്ത്രീകൾ. അപ്പോൾ അവർ ബഹുമാനിക്കല്ലേ വേണ്ടത്. സ്ത്രീകൾ ഗ്രേറ്റാണ്.